മനുഷ്യന്റെ വേദനകൾക്കോ മനുഷ്യന്റെ അഭിമാനത്തിനോ യാതൊരു വിലയും കൽപ്പിക്കപ്പെടാത്ത ഒരു കാലമായിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്തെ എല്ലാവരും ഓർക്കുന്നത്. അധികാരം ഒരു വലിയ മറ, മനുഷ്യനും നീതിക്കുമിടയിൽ വലിയൊരു മതിൽ കെട്ടിവെച്ച കാലം കൂടിയാണ് അത്. അന്ന് ലോക്കപ്പിന്റെ ഇരുണ്ട മുറികളിൽ വേദനിച്ചു മരിച്ച ഒരുപാട് മനുഷ്യരുടെ വീണ്ടെടുക്കൽ കൂടി ചരിത്രം അവരെ ഇപ്പോൾ അക്നോളജ് ചെയ്യുകയാണ് ഈ വാർഷിക ദിനത്തിൽ എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം കൂടി പറയുകയാണ് നമ്മളോട് പലരും. ഇടതുപക്ഷ സൈദ്ധാന്തികനും എഴുത്തുകാരനുമായ ശ്രീ കെ വേണു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കെ വേണു, ഞങ്ങളടക്കമുള്ള തലമുറയ്ക്ക് ഒരുപക്ഷെ കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞുമുള്ള അനുഭവമാണ് അടിയന്തരാവസ്ഥ എന്നത്. അങ്ങേക്കിപ്പോൾ നേരത്തെ ശ്രീ ടി പി രാമകൃഷ്ണൻ സൂചിപ്പിച്ച പോലെ നേരിട്ട് അനുഭവിച്ചതാണ്. എന്തായിരുന്നു അതിൻ്റെ കാഠിന്യം, വേദന എന്നൊക്കെ നേരിട്ട് അറിഞ്ഞതാണ്. അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു ഇത്രയും പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ രാജ്യം നേരിട്ട, അല്ലെങ്കിൽ മനുഷ്യർ മുഴുവൻ നേരിട്ട, ഇന്ത്യയിലെ മനുഷ്യർ മുഴുവൻ നേരിട്ട ആ ഇരുണ്ട കാലം? ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ട്രിച്ചിയിൽ നിന്നാണ്. തൃശ്ശിരാപ്പള്ളി UP ജയരാജൻ എന്ന കഥാകൃത്തിനെ കാണാൻ ഞാൻ പോയതാണ്. അവിടെ പക്ഷേ ഞാൻ എത്തുമെന്ന് പോലീസിന് എങ്ങനെയോ വിവരം കിട്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം എന്നെ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലം ക്യാമ്പിലേക്കാണ് എത്തിച്ചത്. വലിയൊരു പോലീസ് വ്യൂഹം തന്നെ ഉണ്ടായിരുന്നു. ഒട്ടേറെ വാനുകളും ജീപ്പുകളിലൊക്കെ ആയിട്ട് അനവധി പോലീസുകാരോട് ചേർന്നൊരു വലിയ സംഘമാണ് എന്നെ അങ്ങോട്ട് എത്തിക്കുന്നത്, തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. അപ്പോൾ ശാസ്ത്രമംഗലം ക്യാമ്പിൽ ആ സമയത്ത് മറ്റുള്ള പല സഖാക്കളും ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് എന്നെ അവർക്കധികം ചോദ്യം ചെയ്ത് മർദ്ദിച്ച് ചോദ്യം ചെയ്ത് വിവരങ്ങൾ നേടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ മറച്ചു വയ്ക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു. തിരുവനന്തപുരം ജയിലിലുള്ളപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കത്തുകളൊക്കെ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാർഡിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മളെ സിനിമാ രംഗത്ത് സജീവമായിരുന്ന KP കുമാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഞാൻ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തേക്ക് എത്തിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു. അത് പോലീസ് അറിയുകയും അതറിയാൻ വേണ്ടി എന്താണ് അവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ മർദ്ദനത്തെ നേരിടേണ്ടി വരികയുണ്ടായി. 4-5 പേര് നിന്നിട്ട് ശരിക്കും ഒരു ഫുട്ബോൾ കക്കയം ക്യാമ്പ് എന്നറിയപ്പെട്ട പ്രദേശമാണോ? പണിക്കേഴ്സ് ലൈനിലെ ആ കെട്ടിടത്തെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? അവിടെ നിരവധി കൊലപാതകങ്ങൾ പോലും നടന്നിട്ടുണ്ട് അക്കാലത്ത് എന്ന് പിന്നീട് നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ഉണ്ടായി. അതെ അതെ, കക്കയം ക്യാമ്പ് എൻ്റെ ഒക്കെ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള ഘട്ടത്തിലാണ് ഞാൻ ശരിക്കും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കക്കയം ക്യാമ്പിൻ്റെ സമയത്ത് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ശരിക്ക്. കക്കയം ക്യാമ്പിൻ്റെ എന്ന് പറയുമ്പോൾ അത് പലതവണയായിട്ടതിൻ്റെ ചോദ്യം ചെയ്യലും മർദ്ദനങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട് അവിടെ എത്തിയിരുന്നില്ല. നമ്മുടെ കണ്ണമ്പള്ളി മുരളി, സോമശേഖരൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ആ കാലത്ത് തന്നെ സജീവമായിരുന്ന ആളുകളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അവരാണ് രാജൻ്റെ തിരോധാനത്തെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നത്. അവർ കാണുകയുണ്ടായിട്ടുണ്ട് ചിലർ. ശ്രീ കെ വേണു നമുക്കൊപ്പം തുടരുന്നത്. ശ്രീ വേണു, ഡൽഹിയിലെ കാഴ്ചകളെക്കുറിച്ചാണ് നമ്മൾ തൊട്ടു മുൻപ് പങ്കുവച്ചത്. ഒരുപക്ഷെ അന്നത്തെ യുവതലമുറയായിരുന്നു നിങ്ങളൊക്കെ. ഒരു പരിഭ്രമിച്ചു പോയ കാലം, എങ്ങനെ ഇനിയുള്ള കാലം മുന്നോട്ട് പോകും, എന്ത് രാഷ്ട്രീയ വ്യവസ്ഥിതി ഈ നാട്ടിലുണ്ടാകുമെന്നൊക്കെ ആശങ്ക തോന്നിയ ഒരു കാലം കൂടിയല്ലായിരുന്നു. എങ്ങനെയാണ് അന്നത്തെ അത്രയും ദിവസങ്ങളെ മറികടക്കാനുള്ള ഒരു ഊർജം നിങ്ങൾ സംഭരിച്ചത്? അതിന് ജനങ്ങളിൽ നിന്ന്, ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് സാധാരണ മനുഷ്യർ നൽകിയൊരു പിന്തുണ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെയൊക്കെ അന്നത്തെ രാഷ്ട്രീയ നിലപാട് വേറൊരു രീതിയിലായിരുന്നു. അതായത് ഇവിടെ ഇന്ത്യയിലൊരു ജനാധിപത്യം തന്നെ ഇല്ല, കപട ജനാധിപത്യമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങളുടെ നിലപാട് ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയുണ്ടായത് എന്നുള്ള രീതിയിലാണ് ആദ്യമൊക്കെ കണ്ടിരുന്നത്. പക്ഷേ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമുണ്ടായ വലിയ ജനമുന്നേറ്റം പോലുള്ളൊരു അന്തരീക്ഷം വളർന്നു വന്നപ്പോഴാണ് ശരിക്കും ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം, അന്ന് ഞങ്ങളുടെ അന്നത്തെ പഴയ ഒരു തീവ്രവാദ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം എന്ന് തിരിച്ചറിയുന്നത് ഈ 77 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമുണ്ടായ കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് രാജൻ കേസ്
ഒരു പ്രധാന വിഷയമായി ഇവിടെ പൊന്തി വരികയും അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരെയൊക്കെ ആ കേസ് എത്തിച്ചേർന്നതും ആ സന്ദർഭത്തിലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെയധികം എന്താ പറയുക പീഡനങ്ങളുടെ കഥകൾ ഞങ്ങളൊക്കെ തന്നെ അന്ന് മൂന്ന് പോലീസ് ക്യാമ്പുകളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന് കക്കയം, പിന്നെ ഒന്ന് ശാസ്തമംഗലം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പിന്നെ എടപ്പള്ളി ഇവിടെ എറണാകുളം അടുത്തുള്ളത്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പോലീസ് ക്യാമ്പുകളിലായിട്ട് അന്ന് ഏറെക്കുറെ 1500ഓളം പേര് നക്സലൈറ്റ് രാഷ്ട്രീയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നവർ, എൻ്റെ പ്രപഞ്ചവും മനുഷ്യനും എന്നുള്ള പുസ്തകം കയ്യിൽ വെച്ചവർ പോലും അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അങ്ങനെ 1500ഓളം പേരാണ് ആ കാലഘട്ടത്തിൽ ഈ 3 പ്രധാനപ്പെട്ട ജയിലുകളിലായി കേരളത്തിൽ തന്നെ മലയാളികൾ ഉണ്ടായിരുന്നു. അതിൽ അത് ഞങ്ങളുടെ ആളുകൾ മാത്രം. അതുകൂടാതെ തന്നെയാണ് അന്ന് RSSകാരും മാർക്സിസ്റ്റുകാരും ഉൾപ്പെടെയുള്ളവരൊക്കെ അടിയന്തരാവസ്ഥയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ RSSകാർ പിന്നെയും ജയിലിലായിരുന്നു. മാർക്സിസ്റ്റുകാരൊക്കെ പിന്നെ പിണറായി വിജയനൊക്കെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ജയിലിലാകുന്നത്. പിന്നീട് അവരെ വിട്ടയക്കുകയുണ്ടായി. ഗവൺമെൻറ് അവർക്കെതിരായിട്ട് വലിയ നിലപാടെടുത്തില്ല. പക്ഷേ ഞങ്ങളുടേതുപോലുള്ള സംഘടനകളും RSS ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ നിരോധിക്കപ്പെടുകയും വളരെയധികം പീഡനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുകയുണ്ടായി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളാണ് അന്ന് നമുക്കുള്ളത്. ഇപ്പോൾ ശ്രീ വേണു, പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ അന്ന് എങ്ങനെയാണ് ആ കാലത്തെ വിശേഷിപ്പിച്ചത്? കാരണം നമ്മൾ നൂറ്റാണ്ടുകൾ നീണ്ട സ്വേച്ഛാധിപത്യ ഭരണത്തിന് പുറത്തു നിന്നുള്ള അധിനിവേശത്തിനൊക്കെ ഇരയായതിനു ശേഷം എത്ര അഭിലാഷത്തോടെ സ്വാതന്ത്ര്യത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന കാലമാണ്. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ മകൾ നമ്മുടെ പ്രധാനമന്ത്രിയായി മാറുന്നു. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നത് കോൺഗ്രസ് വലിയ ഒരു മുദ്രാവാക്യമായി ഇന്നും പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഈ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ നിലപാടുകൾ വീണ്ടും ആഘോഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നമ്മുടെ ജനാധിപത്യത്തെ, നമ്മൾ പ്രാണവായു പോലെ നമ്മൾ പോരാടി നേടിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ വീണ്ടും ഒരു ഇരുണ്ട കാലത്തേക്ക് എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് തള്ളിവിടാൻ കഴിഞ്ഞത് എന്നതിനെ ആ കാലം എങ്ങനെയാണ് രേഖപ്പെടുത്തി വെച്ചത്? തീർച്ചയായിട്ടും ആ കാലത്തിൻ്റെ വേറൊരു രീതിയിലുള്ളത്. അന്നൊരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് പറയാം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് പറയാൻ കഴിയും. കാരണം ഭരണഘടനാപരമായ സംവിധാനങ്ങളെ മുഴുവനും തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറിയിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്തായൊരു സ്വഭാവം ഉണ്ടായിരുന്നത് വളരെ സ്വതന്ത്രമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ കഴിയുന്ന, സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കൊന്നും വിധേയമായി നിൽക്കാതെ പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ലോകം മുഴുവനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഇന്ത്യയിൽ വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുകയും വളരെയധികം ഭാഷകൾ, ജാതി, മത വിഭജനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇതെല്ലാം നന്നായി നടന്നുകൊണ്ടിരുന്നൊരു സമൂഹമായിരുന്നു ഇന്ത്യ. അത് ലോകം മുഴുവൻ അംഗീകരിച്ചിരുന്നതുമാണ്. എന്നാൽ ഇപ്പോഴാകട്ടെ ഈ സ്വതന്ത്രമായ ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 400 സീറ്റ് വിജയിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള വലിയ അവകാശവാദത്തോടുകൂടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉള്ള തയ്യാറെടുപ്പുകളിലൂടെ നടന്നത്. അന്ന് പൊതുവിൽ ജനാധിപത്യ വിശ്വാസികളെല്ലാം തന്നെ ഇന്ത്യൻ ജനാധിപത്യം തകർച്ചയിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള ആശങ്കയിൽ തന്നെയായിരുന്നു. പക്ഷേ നമുക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായി ജനങ്ങൾക്ക് കൂടുതൽ സജീവമായി ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാവേണ്ടായി. അങ്ങനെയാണ് കേവലം ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ജനാധിപത്യം അത് എപ്പോഴും അതിൻ്റെ പരിമിതികൾ പലതും ഉണ്ടെങ്കിൽ പോലും അതിനെ നല്ല നിലയിൽ കാത്തു സൂക്ഷിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി നിന്നു. അങ്ങയോടൊക്കെ വീണ്ടും നന്ദി കൂടി പറയുന്നു. ആ കാലത്തേക്ക് മറികടന്ന് ആ അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു വയ്ക്കാൻ കൂടി കഴിഞ്ഞതിൽ വളരെ നന്ദി ശ്രീ കെ വേണു ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.